ഇവിടെ ഇങ്ങനെ കിടന്നോണ്ട് കാണിച്ചു കൊടുക്കണ്ട ഇങ്ങനെ ഇതാണ് എനിക്കൊരു സന്തോഷമുള്ള കാര്യം. തലാണ് എല്ലാം കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടന്നോണ്ട് ഈ ഒരു ചായ ഇങ്ങനെ കുടിക്കും. പൊസിഷൻ ഇതാണ്. ലക്ഷ്മി വെള്ളം ടിവി കൂടെ വെച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ വേറൊരു പ്രോഗ്രാമിന് നമ്മൾ പോയപ്പോ, നമ്മളല്ല നിങ്ങൾ രണ്ടുപേരും കൂടി പോയപ്പം അവിടെ അഖിലേട്ടന് കിട്ടിയ ഒരു കടി കാണിച്ചായിരുന്നു. ഇന്ന് ചേച്ചിയുടെ കരുതലാണ് ഒരു പാടുള്ളത്. ഞാൻ ആ മേക്കപ്പ് ഇട്ട് കൊടുത്തേ. പിന്നെ ഇത് ഒരു ഗസ്റ്റ് റൂമാ, ഇതിനകത്ത് ആൾക്കാരുണ്ടോ? ഇല്ല, കറിക്കോ. ഇതൊരു ഗസ്റ്റ് റൂം. ഇത് നമ്മുടെ ഒരു നമ്മുടെ അവിടുത്തെ വെളിയിലത്തെ വ്യൂ കാണിച്ചില്ലല്ലേ? ഇത് ഇവിടുന്ന് അത് അതിനകത്തല്ലേ? അതാ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ ഒരു പച്ചപ്പും പരിപാടിയൊക്കെ ഉണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞപ്പോൾ അപ്രകൃതി പ്രാർത്ഥന ആ ഒരു പേരിന് ഞാനത് ചോദിക്കാണ് റാൻഡംലി. എന്റെ ജീവിതം ഞാൻ പൊതുവെ എന്നെ പഠിപ്പിക്കുന്നത് മൊത്തം ഈ പ്രകൃതിയാണ്. എന്റെ അനുഭവങ്ങളും ചുറ്റുപാടുകളും. പ്രകൃതി എന്ന് പേരിട്ട എന്റെ പേരിൽ അവിടെ ആകെ വിഷയമാണ്. നിനക്കറിയാവോ ആങ്കൊച്ചാണെങ്കിൽ മനുഷ്യൻ എന്ന് പേരിടായിരുന്നു. എങ്ങനെ വിളിക്കും? മനുഷ്യന്ന് വിളിച്ചേ അല്ല, നീ മനുഷ്യന്ന് വിളിച്ചേ അത്രേ ഉള്ളൂ. മനുവിനെ വിളിച്ചോട്ടെ. മനുന്ന് പേരിടണം. മനുഷ്യൻ മനുഷ്യൻ. ഇടി ഞാൻ ഈ പൊന്നുല്ലേ, പൊന്നുവിന് ഞാൻ പുഴാന്ന് പേരിടായിരുന്നു. വന്നടിയായിരുന്നു. ഫേസ്ബുക്കിലും പേരിട്ടു എന്റെ ഇളയ മകന്റെ പേര് പുഴ. അല്ല, ഫേസ്ബുക്കിൽ എനിക്ക് ആദ്യം അഗ്നി എന്നായിട്ടത്. പിന്നെ അഗ്നി കത്തി തീരും എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പം ആളി കത്തിക്കും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ശുദ്ധീകരിക്കും എന്നർത്ഥമുണ്ടെങ്കിലും ഞാൻ പിന്നീട് പുഴ എന്നൊക്കെ ഇട്ടത്. ഞാൻ എപ്പോഴാണ് അവള് പറഞ്ഞ പ്രാർത്ഥന. പിന്നെ വലിയ കുഴപ്പമില്ലാത്തോണ്ടാ ഞാൻ പറയുന്നത്. പിന്നെ പ്രകൃതിന്നും പ്രാർത്ഥന ഒരു പ്രാർത്ഥന വേണ്ടേ? മൂന്നാമത് എന്തായാലും ഉണ്ടാവും. പ്രകൃതി, പ്രാർത്ഥന, പ്രാന്തൻ. 5 വേണോന്നാ ചേച്ചി പറഞ്ഞത്. 5 പിള്ളേര്. 5 അല്ല, മൂന്നാമത് എന്തായാലും കാണും. പിള്ളേരെ ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീനാണല്ലോ ഞാൻ.